This video is sponsored by SBR Digital Marketing. ஸ்கிப் பண்ணாதீங்க, பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മക്കൾക്ക് എല്ലാവർക്കും ന്യൂഡിൽസ് ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കും ന്യൂഡിൽസാണ് വീക്ക്നെസ്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഹക്ക നൂഡിൽസാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഇതുപോലെ ഹക്ക നൂഡിൽസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു പാക്കറ്റ് 1/2 കിലോയുടെയൊക്കെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഞാനതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും എടുത്തേക്കുന്നുണ്ട്. ക്യാബേജാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. ക്യാബേജ് എന്തായാലും ഒന്ന് പങ്ങിപ്പോകും. പിന്നെ നമുക്കൊരു 2 പച്ചമുളക് വേണം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് വേണം. ഇനി നമ്മളൊരു കടായി എടുത്ത് അതിനകത്തിട്ട് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി 1 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ എടുത്ത് വെച്ച ഹക്ക നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഒരു 70% എങ്കിലും അത് വെന്ത് വരണം. നൂഡിൽസ് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതങ്ങോട്ട് അരിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ ഇച്ചിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഉണങ്ങി ആറി വരുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്കത് കടയിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് കുറച്ച് കട്ടിക്കായിപ്പോയി, കട്ടാക്കതേ. അപ്പോൾ ഇച്ചിരി വേവുണ്ടല്ലോ. ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ വിചാരിച്ചു നമ്മുടെ മാഗിയൊക്കെ ഉള്ള ആ ടേസ്റ്റ് ഈ ഹക്ക നൂഡിൽസിനുണ്ടാവുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഹക്ക നൂഡിൽസ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ക്യാബേജ് പിന്നെ പെട്ടെന്ന് വേകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ക്യാബേജ് ലാസ്റ്റ് ഇട്ടത്. കട്ട് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. വല്ലപ്പോഴൊക്കെ മക്കളുടെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കി കൊടുക്കണമല്ലോ നമുക്ക്. നൂഡിൽസ് വേവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസിനും ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അടി പിടിക്കുമെന്നൊരു പേടി. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 2 സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നൂഡിൽസ് പൊടിഞ്ഞ് പോകാതെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂണാണ് ഞാൻ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നത്. സോയ സോസ് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹക്ക നൂഡിൽസ്
നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം, ചിക്കൻ പീസ് വേണമെങ്കിൽ ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ഹക്ക നൂഡിൽസ് നോൺ വെജ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ വെജിറ്റേറിയൻ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.